ഹായ് ഫ്രണ്ട്സ്, എസ്തെറ്റിക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ചട്ടി അടുപ്പിലേക്ക് വെക്കാം. ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് വഴറ്റുക. പച്ചമുളക് ഒരു 5 എണ്ണം മതിയാവും. വെളുത്തുള്ളി ഒരു 6 കഷ്ണം, ഇഞ്ചി ഒരു മീഡിയം സൈസ്. നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം സവോള ചേർക്കുക. 3 എണ്ണം മതിയാവും. അതിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടുന്നുണ്ട്, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ സവോള നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഇളക്കുക. അതിൻ്റെ കൂടെ 7 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുക. ശേഷം 2 ടീസ്പൂൺ മസാലപ്പൊടി ചേർക്കുക. എന്നിട്ട് നന്നായി വഴറ്റുക. ശേഷം 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം 4 കറുവയില ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ ചേർക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ്, മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിൻ്റെ കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നേരം വേവിക്കുക. ഇനി നമുക്ക് വെന്തോന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കറിയൊക്കെ നല്ല പറ്റി നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽപ്പുണ്ട്. വെന്തോന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.